എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന മുട്ട പഫ്സിൻ്റെ റെസിപ്പിയാണ്. അതിനായി 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. 1 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് മാവ്, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് ഉപ്പിടുന്നുണ്ട്. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം. ആദ്യം നന്നായി മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. നല്ല കട്ടിയുള്ള മാവായാണ് വേണ്ടത്. അരക്കപ്പ് വെള്ളത്തിന് ശേഷം 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു. അത്രയും മതിയാകും. ഇനി നല്ല സോഫ്റ്റായി മാവായി കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. നന്നായി കുഴയ്ക്കാം. ഇത്രയും മതി. ഒരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ അടച്ചു വയ്ക്കാം. ഇനി മുട്ടയ്ക്കുള്ള മസാല റെഡിയാക്കാം. അതിനായി 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല തിന്നായി തന്നെ അരിഞ്ഞു വയ്ക്കണം. കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. 2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. ചൂടാകുമ്പോൾ സവാള ഇടാം. നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. പെട്ടെന്ന് വഴന്ന് കിട്ടും. ട്രാൻസ്പാരൻ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കാം. സവാള നന്നായി വാടി കിട്ടണം. നന്നായി വാടിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളെല്ലാം ഇടാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇടാം. ഗരം മസാലയും മുളക് പൊടിയും മാത്രം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, വറുത്ത മല്ലിപ്പൊടി, വലിയ ജീരകപ്പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം 1/4 ടീസ്പൂൺ വീതമാണ്. നന്നായി മിക്സ് ചെയ്യാം. മസാലയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഇടാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇടാം. അതേപോലെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പഫ്സിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട ഒന്ന് മുറിച്ച് വയ്ക്കാം. ഈക്വൽ സൈസിലുള്ള 3 ബോളുകളായി എടുക്കാം. നല്ല റോൾ ചെയ്തെടുക്കാം. ഇനി തിന്നായി തന്നെ പരത്തിയെടുക്കണം. ഈ വലുപ്പത്തിലുള്ള ചപ്പാത്തികൾ 3 എണ്ണം പരത്തിയെടുക്കാം. ഇതിലേക്ക് എണ്ണ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ മീതേക്ക് ബാക്കിയുള്ള ചപ്പാത്തി കൂടി വയ്ക്കാം. വലുപ്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത്യാവശ്യം നന്നായി തന്നെ എണ്ണ തേക്കണം. അപ്പോഴാണ് ലേയേഴ്സായി കിട്ടുള്ളൂ. ചെറുതായി ഒന്ന് പരത്താം.
സൈഡുകളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരേ വലിപ്പത്തിലുള്ള പീസുകളാക്കാം. ഈ 4 പീസുകളായി കട്ട് ചെയ്തെടുക്കാം. 4 3 ആക്കിയാൽ മതി. ഞാനിപ്പോൾ 3 പീസുകളാക്കിയിട്ടുള്ളൂ. ഇനി ഇത് പരത്തിയെടുക്കാം. നല്ല സ്ക്വയറായി പരത്തിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാല വയ്ക്കാം. ഇതിലേക്കൊരു മുട്ട പീസും വയ്ക്കാം. സൈഡിൽ കുറച്ച് വെള്ളം തേക്കാം. ഇനി നന്നായി അമർത്തിയെടുക്കാം. നന്നായി അമർത്തിയെടുക്കണം, അല്ലെങ്കിൽ ഫില്ലിംഗ് എല്ലാം പുറത്ത് വരും. എല്ലാം ഇതേപോലെ ചെയ്യാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. മൂന്നാല് പ്രാവശ്യമൊക്കെ തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ നല്ല ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെടുക്കാം. നല്ല ലെയേഴ്സായി നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.